ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബീരാനിക്ക ഓടി ശ്രുതിയുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ എന്നൊരു പെണ്ണ് ഓടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം കാരണമാണ് പെണ്ണ് ഓടിച്ചതെന്ന് പറയുമ്പോൾ എന്നെ അങ്ങനെ ഒരു പെണ്ണ് ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അത്രയ്ക്ക് പതിവ്രതനാന്ന് ഇക്ക പറയുക. പിന്നെ ഏത് പെണ്ണാണ് നിങ്ങൾ ഓടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെയൊക്കെ കെട്ടുന്ന ഒരു പെണ്ണില്ലേന്ന് ചോദിച്ചു. പൂവൊക്കെ കെട്ടുന്ന ഒരു പെണ്ണ് രേവതിയോ? അതേന്ന് പറയുമ്പോഴത്തേക്ക് ഞെട്ടി രണ്ടെണ്ണവും. അതെ, ഒരു സീരിയലിൽ എനിക്ക് ചെറിയൊരു വേഷം കിട്ടിയായിരുന്നേ. ഞാൻ സ്കൂട്ടർ ഓടിച്ച് ഷോട്ട് എടുക്കാനായി റെഡി ആയിട്ട് നിന്നപ്പോൾ സ്പോട്ടിൽ രേവതി വരുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, ശ്രുതിയൊക്കെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. ഞാനേ അഭിനയം വേണ്ടാന്നും വെച്ച് സ്കൂട്ടർ എടുത്ത് പറപ്പിച്ച് വിടുകയാണ് ചെയ്തത്. രേവതി എൻ്റെ പുറകെ തന്നെ വന്നു എന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഒരു ടേണിങ് എത്തുമ്പോൾ പിന്നെ ഞാൻ അവളെ കണ്ടില്ല എന്നും പറഞ്ഞു. ഞാൻ നേരെ ഇവിടേക്കാണ് പോകുന്നതെന്നൊക്കെ പറയുക. അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ദൈവമേ, അവൾക്കിതൊരു മനസ്സിലായി കാണുമെന്ന് മീര ചോദിക്കുമ്പോൾ മനസ്സിലായതുകൊണ്ടല്ലേ അവൾ ഇയാളുടെ പിറകെ തന്നെ വന്നതെന്ന് ശ്രുതി ചോദിക്കുവാണ്. അവളിത് വീട്ടിലെങ്ങാനും പറയുമോ എന്ന് ചോദിച്ചു. ആകെ പ്രശ്നമായാലും ശ്രുതി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പം ഇതൊക്കെ കൊണ്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് നിങ്ങളോട് പറഞ്ഞത് കേൾക്കണ്ട എന്നും പറഞ്ഞു ശ്രുതി ബീരാനിക്കയോട് ദേഷ്യപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ എങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് ബീരാനിക്ക് അന്നേരം ചോദിച്ചു. അവരെൻ്റെ വീട്ടിൽ വന്നതാ, അല്ല ഷൂട്ട് ചെയ്യുക. ജോഷി സാർ വിളിക്കുന്നത് വരെ ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ബീരാനിക്ക ചോദിക്കും കേട്ടോ. രണ്ടുപേരും പെട്ട് നിൽക്കാം. ആ പ്രൊഡ്യൂസർക്ക് ഞാൻ ചിക്കനും മട്ടനും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത് ഒപ്പിച്ചെടുത്തൊരു വേഷമാണ് ഇത്, അത് പോയി കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ഒരു വേഷമെന്ന് പറഞ്ഞ് ശ്രുതി എന്ന് ബീരാനിക്ക് കുത്തിന് പിടിക്കുക. ഇത് എന്നതാ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മീര പിടിച്ചു മാറ്റി. എന്നെ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു ബീരാനിക്ക ശ്രുതിയോട് പറഞ്ഞു. അതെ, സംശയം കൊണ്ടായിരിക്കും അവൾ എൻ്റെ പിന്നാലെ വന്നത്. ഞാൻ അവൾക്ക് അതിന് പിടികൊടുത്തില്ലല്ലോ എന്ന് ബീരാനിക്ക പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അദ്ദേഹത്തെ. അല്ല, അവൾ അങ്ങനെ ഒരു സംശയം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഇളയച്ചനെ അല്ല, അദ്ദേഹം പുറത്തെവിടെയാണ് ഉള്ളതെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ ശ്രുതി, അങ്ങനെ പറഞ്ഞാൽ മതിയെന്നും പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ മീര പറയുമ്പം പൂ തരാനായിട്ട് രേവതി ഇപ്പം ഇങ്ങോട്ട് വരും, ഇദ്ദേഹത്തെ ഇവിടെ കണ്ട പിന്നെ ഒന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പം നിൻ്റെ ഷോറൂം ഉദ്ഘാടനത്തിനായി ഞാൻ ഡൽഹിയിൽ നിന്ന് ഇന്ന് രാവിലെ ഫ്ലൈറ്റിൽ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങളെ അവൾ സീരിയൽ ലൊക്കേഷനിൽ കണ്ടില്ലേ, അവിടെ കണ്ടത് നിങ്ങളാണോ എന്നുള്ളൊരു സംശയം അവൾക്കുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത്. ഇപ്പം ഇവിടെ നിങ്ങളെ അവൾ കണ്ട അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നിങ്ങൾ തന്നെയാണെന്ന് അവൾ ഉറപ്പിക്കില്ലേ? കള്ളക്കളിയൊക്കെ പൊളിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ശ്രുതി കിടന്ന് ഒച്ച വയ്ക്കുക. ഇനി എന്ത് ചെയ്യും എന്നോർത്ത്. അപ്പോൾ നിങ്ങൾ മലേഷ്യക്കാരൻ ഇളയച്ചനല്ല ഇവിടുത്തുകാരനായ ഒരാളാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ രേവതിക്ക് ഉണ്ടെന്നും പറഞ്ഞു. പിന്നെ എൻ്റെ ജീവിതം കൊണ്ട് കളിക്കില്ലേ നിങ്ങൾ, പെട്ടെന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അയ്യോ അവൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാകും, ഞാൻ പുറത്തിറങ്ങി അവളുടെ മുന്നിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ശ്രുതി നീ രേവതി ഒന്ന് വിളിക്കും, ഇന്ന് പോ വേണ്ട നാളെ മതിയെന്ന് പറയാനായിട്ട് മീര പറയുക. അപ്പോൾ ശരിയാ അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞ് തീർന്നില്ല. കടയുടെ മുന്നിലേക്ക് നമ്മുടെ രേവതി വന്നു. അപ്പോഴേക്കും രേവതി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മീര ഓടി വന്നു. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുക. ഇദ്ദേഹത്തെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ പറഞ്ഞു നമ്മുടെ മീര. എൻ്റെ പൊന്നെ, എവിടെ ഞാൻ ഒളിപ്പിക്കാനോ മീര എന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ അതെ ഞാൻ 85 കിലോ ഉള്ളൂ, ഞാൻ എവിടെ വേണമെങ്കിലും ഒളിപ്പിക്കാമെന്ന് മീരാനിക്ക പറയാം. അപ്പം നീ പൂ വാങ്ങി രേവതി വേഗം പറഞ്ഞു വിടാൻ നോക്കുക, ഇങ്ങനെയുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു മീര. അങ്ങനെ മീര ബീരാനിക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാം. നീയാണോ എന്നെ ഒളിപ്പിക്കുന്നത്, ഞാൻ എവിടെ ഒളിക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ബീരാനിക്ക മീരയുടെ പിറകെ ചെല്ലുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഓടി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നേരം കൊണ്ട് നമ്മുടെ രേവതി കടയ്ക്കകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ശ്രുതിയാണ് പേടിച്ച് വിറച്ച് രേവതിയുടെ മുന്നിലേക്ക് ചെല്ലുവാണ്. അപ്പോഴത്തേക്കും ശ്രുതി ഞാൻ കുറച്ച് വൈകിപ്പോയി, സോറി കേട്ടോ എന്ന് പറയുമ്പം സാരമില്ല എന്ന് ശ്രുതി പറഞ്ഞു. ദിവസവും രാവിലെ മാലയും പൂക്കളും നീ എത്തിക്കണം കേട്ടോ എന്ന് പറഞ്ഞു രേവതിയെ. ശരി രേവതിയോട് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു. കാശ് മാസാവസാനം ഒരുമിച്ച് തരാൻ കേട്ടോ എന്നും പറഞ്ഞു. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയും പിന്നാലെ പോവുക. രേവതിയും ശ്രുതിയുടെ പിന്നാലെ അങ്ങ് ചെന്നപ്പോഴത്തേക്കും അല്ല സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ പൂ കൊടുക്കണ്ടേ, തിരക്ക് കാണുമല്ലോ, രേവതി പൊക്കോളാൻ പറഞ്ഞു ശ്രുതി. അപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ പൂ കൊടുത്തിട്ടാണ് വരുന്നത്, ഇനി തിരക്കൊന്നും ഇല്ല ശ്രുതി എന്ന് രേവതി പറയുമ്പം ഈശ്വരാ വെട്ടു എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇവിടെ നിൽക്കുക കേട്ടോ. ശ്രുതിക്ക് ഇപ്പോൾ പറഞ്ഞു വിടാനും പറ്റത്തില്ല, ഇവിടെ ഇരുത്താനും പറ്റത്തില്ല, മൊത്തത്തിൽ കറങ്ങി അടിച്ച് നടക്കുക നമ്മുടെ ശ്രുതി. അന്നേരത്തേക്കും അവിടെ നിന്ന് കൊണ്ടുവന്ന മാലയൊക്കെ എടുത്ത് അവിടുത്തെ ഭഗവാന്റെ ഫോട്ടോയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇടാൻ നോക്കുക. പക്ഷെ ഇടാൻ പറ്റുന്നില്ല ശ്രുതിക്ക്. അപ്പോഴത്തേക്കും മീരയും ബീരാനിക്കയും അപ്പുറത്തുനിന്ന് ഇങ്ങനെ മാറി നോക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അയ്യോ എന്ന് പറഞ്ഞ് മാല നിലത്തി ആടിപ്പോയി. ഒരു ഫോട്ടോയിലൊരു മാല ചാർത്താൻ പോലും അവൾക്ക് അറിയാമേല, കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് അവിടെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങത്താ ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞ് മാലയെടുത്ത് ഭഗവാന്റെ ഫോട്ടോയിൽ തൂക്കിയിടുന്നു. ഇത് കണ്ടുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇവിടെ നിൽക്കുക. മാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ രേവതി തിരിച്ചിങ്ങ് വന്നു.
അങ്ങനെ വന്നിട്ട് പോകാൻ നോക്കും കേട്ടോ. പിന്നെ ശ്രുതി, നീയല്ലേ പറഞ്ഞത് നിന്റെ ഇളയച്ചൻ ഉത്തരേന്ത്യയിലാണെന്ന്? അപ്പം അതെ, അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, ഞാനിപ്പോൾ അദ്ദേഹത്തെ കണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, ഇളയച്ചനെ കാണണമെങ്കിൽ നീ ദുബായിക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് ശ്രുതി അന്നേരം പറയുക. അല്ല, ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ദുബായിലെത്തി, ഇപ്പം അദ്ദേഹം ദുബൈയിലാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുമ്പം രേവതി നിന്നിങ്ങനെ ആലോചിക്കാം. അല്ല, ദുബായിലുള്ള അദ്ദേഹത്തെ എങ്ങനെ നീ ഇവിടെ കാണാനാണെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ കണ്ടായിരുന്നേ, അത് ശ്രുതിയുടെ ഇളയച്ചനെ പോലെ തന്നെ ഉണ്ടെന്ന കാര്യം രേവതി അന്നേരം പറയാം. അപ്പം മീരയും വീരാനിക്ക് അവിടെ നിന്ന് നോക്കുക. ഇളയച്ചനെ പോലെയുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും രേവതി കണ്ടതെന്ന് പറയണു ശ്രുതിയെ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോഴേക്കും എന്താ നമ്മുടെ ശ്രുതി ഓടി ചെല്ലുക. അല്ല, ശ്രുതി എന്താ വന്നത്, ഡീലറെ കാണാൻ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പോയിരുന്നു, പക്ഷെ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല, വൈകുന്നേരം മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്, വെറുതെ എൻ്റെ കുറേ സമയം പോയത് മാത്രം മിച്ചമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ. ഇതെല്ലാം രേവതി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി നോക്കി വന്നപ്പോൾ, മാലയൊക്കെ കൊണ്ടുവന്നല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ദിവസവും രാവിലെ ഇതുപോലെ നേരത്തെ എത്തിക്കാൻ പറയണം കേട്ടോ എന്ന് ശ്രുതിയോട് ശ്രുതി പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ശ്രുതി. അങ്ങനെ വേണം കേട്ടോ എന്നും പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് പോവുക. ശ്രുതി എന്നിട്ട് ഓരോ പണിക്ക് പോകുമ്പോൾ, അല്ല ശ്രുതി എവിടെ പോകാമെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ഇവിടുത്തെ സ്റ്റോക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കമ്പ്യൂട്ടറിൽ കാണില്ലേ, അതിൽ നോക്കിയാൽ പോരെന്ന് ചോദിച്ചു. അയ്യോ, പോരാ, ഞാൻ തന്നെ എല്ലാം നോക്കി കണ്ട് ചെയ്താലേ എല്ലാം എൻ്റെ മെമ്മറിയിൽ നിൽക്കത്തുള്ളൂ. വലിയ വലിയ ഗണിത ശാസ്ത്രജ്ഞന്മാരൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബുക്കും പേനയും എടുത്തുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി. അപ്പോഴേക്കും വീരാനിക്കയും മീരയും കൂടെ അടുത്തടുത്തേക്ക് വിളിക്കാൻ പോകും. അപ്പോൾ ആദ്യം ഫ്രിഡ്ജിൻ്റെ കണക്കെടുക്കാമെന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൻ്റെ കണക്കെടുക്കാനായിട്ട് നമ്മുടെ ശ്രുതി പോകുന്നു. രേവതി ഇതൊക്കെ കണ്ടുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുക കേട്ടോ. അങ്ങനെ എണ്ണി ഓരോന്നിന് എണ്ണമൊക്കെ ഇട്ട് നമ്മുടെ ശ്രുതി അവിടെ അങ്ങനെ നിൽക്കുന്നു. തൊട്ടടുത്ത നിമിഷം അങ്ങോട്ടേക്ക് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ മഹേഷും കൂടെ കയറി വന്നു. നോക്കടാ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ കയറി വന്നു. മൊത്തത്തിൽ പാളിന്ന് തന്നെ പറയാം. ശ്രുതി മുള്ളേലുമല്ല നിലത്തും അല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ സച്ചിയേട്ടൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് രേവതി കാട്ടിക്കൊടുത്തു. മൊത്തം പാളി. അപ്പൊ രേവതി എന്നിട്ട് സച്ചിയേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു രേവതിയോട് സച്ചി. അപ്പൊ ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴത്തേക്കും മീര ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് അങ്ങ് കൊണ്ടുപോകുക കേട്ടോ. മീര, നീ ഇതെന്നെ എവിടെ കൊണ്ടുപോകാന്ന് ചോദിച്ചു. അപ്പൊ സച്ചിയും വന്നിട്ടുണ്ട്. അവനെങ്ങനെ നിങ്ങളെ കണ്ടാൽ നിങ്ങൾ കോഴി പീസാക്കുന്നത് പോലെ അവൻ നിങ്ങളെ വെട്ടി പീസാക്കുമെന്ന് പറഞ്ഞു. തെറ്റു പറയരുത്, ഞാൻ കോഴിയെ വെട്ടി പീസാക്കാറില്ല കേട്ടോ, ഞാൻ ആടിനെയാണ് വെട്ടുന്നത്, വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കുകയാണ് അതൊക്കെ പറഞ്ഞ് ബീരാനിക്ക സംസാരിക്കുമ്പോൾ ആടെങ്കിൽ ആട്. പൊന്നോ എൻ്റെ ദൈവമേ, ഇപ്പം ഞാൻ ഇയാളെ എവിടെ കൊണ്ട് ഒളിപ്പിക്കുമെന്ന് പറഞ്ഞു മീര ഇങ്ങനെ അവിടെ നിൽക്കുക. ബീരാനിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരു കാര്യം ഇതിനകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. ഇതിനകത്ത് ഞാനിങ്ങനെ കയറിയിരിക്കാനാ, ഞാൻ ചത്തുപോയാലേ ജോഷി സാറിൻ്റെ പടത്തിൽ വേഷം വേറെ ആണുങ്ങൾ ചെയ്യുമെന്ന് ബീരാനിക്ക പറഞ്ഞു. അതെ, അത് പിന്നെ ഞാനേ ഇതിൻ്റെ പുറകിൽ ചെന്നിരുന്നാൽ പോരെന്ന് ചോദിച്ചു. പുറകിലോ? പുറകിലെന്നും പറഞ്ഞുകൊണ്ട് ആ ഫ്രിഡ്ജിൻ്റെ പുറകിൽ പോയി ഒളിച്ചിരിങ്ങനെ ഇരിക്കുക. അപ്പോൾ കാണത്തില്ല എന്നുള്ള രീതിയിൽ. ആ സമയത്ത് നമ്മുടെ മീര ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. മീരയ്ക്ക് അതിനേക്കാളും വലിയ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. അല്ല, സച്ചിൻ എന്തിനാ ഇവിടെ വന്നൊന്ന് പറഞ്ഞില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, ഇവനൊരു ഫ്രിഡ്ജ് വാങ്ങിക്കണം, ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു സച്ചി. ഇവനൊരു ഫ്രിഡ്ജ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ചുമ്മാ വായി നോക്കാൻ വേണ്ടി വന്നതാണോ അത് വാങ്ങാൻ വേണ്ടി തന്നെ വന്നതാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പം, ഇവിടെ ചിത്രപ്രദർശനമൊന്നും അല്ലല്ലോ നടക്കുന്നത്, ചുമ്മാ അങ്ങ് നോക്കിയിട്ട് പോകാനെന്ന് സച്ചി അന്നേരം ചോദിക്കാം. ഒരു കസ്റ്റമറെ കൂട്ടിക്കൊണ്ട് വന്നാൽ ഇങ്ങനെയാണോടാ പറയേണ്ടതെന്നൊക്കെ സച്ചി അന്നേരം ശ്രുതിയോട് ചോദിച്ചു കേട്ടോ. മൊത്തം വെട്ടെന്നും പറഞ്ഞു നിൽക്കുക ശ്രുതി. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ളതെല്ലാം നല്ല ഫ്രിഡ്ജ് തന്നെയാണ്, നോക്കിക്കോളാൻ പറഞ്ഞു ശ്രുതി മഹേഷിനോട്. അപ്പോൾ വാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി മഹേഷിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുക കേട്ടോ. ഇത് നോക്കടാ, നീ അത് നോക്കിയടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്ന് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മീര അവിടെ നിൽക്കുന്നത് നമ്മുടെ രേവതി കണ്ടു. മീരേ എന്നും പറഞ്ഞു വിളിച്ചു. അപ്പോൾ ഹായ് രേവതി, അപ്പോൾ ശ്രുതിയെ കാണാൻ വന്നതായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. അങ്ങനെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഓരോന്ന് കാണിച്ചു കൊടുക്കുക. അപ്പം അയ്യോ ശ്രുതിയോടൊരു കാര്യം പറയാൻ മറന്നു, ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് മീര അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആ സമയം നമ്മുടെ രേവതി ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുക കേട്ടോ. അവരെല്ലാ ഫ്രിഡ്ജും പോയി നോക്കൂടി എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അതെനിക്ക് എങ്ങനെ അറിയാമെന്ന് ശ്രുതി ചോദിക്കാം. ഇവിടെ ബീരാനിക്ക് ഇരിക്കുന്നത്, ബീരാനിക്ക് ആ ഫ്രിഡ്ജിൻ്റെ ബാക്കിലാടി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഒളിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴത്തേക്കും ബീരാനിക്ക് ഇങ്ങനെ വട്ടം പിടിച്ചിരിക്കാം. മണ്ടി, നിനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഇവർ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വരുമെന്ന് ഞാൻ അറിഞ്ഞു എന്ന് മീര അന്നേരം ചോദിച്ചു. നീ പെട്ടു, നിന്റെ കാര്യം പോക്ക് തന്നെയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിരിക്കും. അപ്പോഴാണ് ബീരാനിക്ക് ഇരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് സച്ചി വരുന്നത്. അപ്പോൾ സച്ചേട്ടാ, ഈ ഫ്രിഡ്ജ് കൊള്ളാം കേട്ടോ, ഒരു വീടാകുമ്പോൾ ഇത്തിരി വലുതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. എപ്പോഴും നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു.
നമ്മുടെ രേവതി. അപ്പം മകേഷേ അത് രേവതി പറഞ്ഞത് കറക്റ്റാടാ, അതിൻ്റെ വില തന്നെയല്ലാണ് ഇതിനെന്ന് ചോദിച്ചു. അപ്പോൾ വിലയൊക്കെ സെയിം തന്നെയാണ്, 1 രൂപ പോലും കുറയത്തില്ല എന്ന് നമ്മുടെ ശ്രുതി പറയും കേട്ടോ. സച്ചേട്ടാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, പുതിയ സാധനമല്ലേ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ സച്ചി അത് തുറന്നു നോക്കാം. അതിൻ്റെ പുറകിൽ നമ്മുടെ ബീരാനിക്ക് ഇരിക്കുന്ന കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീര ഓടി വന്നു. അതെ, ഈ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മീര. പറ്റത്തില്ലെന്നോ? അതെന്താ, ഇവിടെ വേറെ എത്ര ഫ്രിഡ്ജ് കിടക്കുന്നു, ഈ ഫ്രിഡ്ജ് തന്നെ വേണമെന്ന് എന്താ എത്ര നിർബന്ധമെന്ന് മീര ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങിയത് പ്രശ്നമെന്ന് ചോദിച്ചു മീര. സുധി ഇവളോട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ മീര നിങ്ങൾ മാറി നിന്നേ, അവർ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എടുത്തോട്ടെ, നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു. അന്നേരം ഇത് ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞു നമ്മുടെ മീര. തരില്ലെന്നോ? അതെന്താ? അപ്പോൾ ശ്രുതി ഇവൾക്ക് എന്താ വയ്യേ, എന്താ ഇവളുടെ പ്രശ്നം എന്ന് ശ്രുതി ചോദിച്ചു. അന്നേരം അല്ല അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും മീരാനിക്കൊക്കെ പെട്ടു. ആ ഫ്രിഡ്ജ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക. അതെ എനിക്ക് ഫ്രിഡ്ജ് വേണം, ഞാനത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്ന് നമ്മുടെ മീരി അന്നേരം ചാടിക്കയറി പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നീ ശ്രുതിയെ കാണാൻ വന്നതാണെന്നല്ലേ ആദ്യം പറഞ്ഞതെന്ന് മകേഷ് ചോദിക്കുമ്പം അതെന്താ അവളെ കാണാൻ വന്ന ഫ്രിഡ്ജ് വാങ്ങിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഫ്രിഡ്ജ് ഇഷ്ടമായെന്നും എനിക്കിത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ മകേഷ്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ശ്രുതി. ഈ ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വാങ്ങിക്കാൻ തീരുമാനിച്ചതെന്ന കാര്യം പറയുന്നു. അപ്പം നിനക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ശ്രുതി മീരയോട് ചോദിക്കുക കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പം നിങ്ങൾ ഇവൾക്ക് ഇതുപോലെ വേറെ ഒരെണ്ണം വരുത്തി കൊടുക്കാൻ പറഞ്ഞു. ഈ ഫ്രിഡ്ജ് മകേഷിന് എടുത്ത് കൊടുക്കാനും സച്ചി പറയുക. അന്നേരം ഒരൊറ്റ തുമ്മലായിരുന്നു നമ്മുടെ ബീരാനിക്ക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക, തുമ്മലിൻ്റെ ശബ്ദം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ഫ്രിഡ്ജിനകത്ത് മനുഷ്യൻ്റെ ശബ്ദമല്ല കേട്ടത്, ഫ്രിഡ്ജിനകത്ത് നിന്നല്ലേ കേട്ടത്, പിന്നെ മനുഷ്യനെ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിനകത്ത് കൂട്ടിയിട്ടേക്കുമല്ലേ എന്ന് നമ്മുടെ മീര. അത് വേറെന്തോ ശബ്ദം പോലെ എനിക്ക് തോന്നിയതെന്ന് മീര പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ, സുധി പിന്നെ മഹേഷിന് ഈ ഫ്രിഡ്ജ് നീ കൊടുത്തേക്കാൻ പറഞ്ഞു. 3000 രൂപ ഇപ്പോൾ തരും, ബാക്കി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മാസം തരുമെന്ന് പറഞ്ഞു. ഇൻസ്റ്റാൾമെൻറ്റോ? അതെ. ഇല്ലല്ലോ അത് നടക്കില്ല, ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും ഇല്ല എന്നും പറഞ്ഞു സുധി. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ഇവിടെ അങ്ങനെ ആർക്കും ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ ഒന്നും കൊടുക്കുന്നില്ല, റെഡി ക്യാഷ് തന്നാലേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം രേവതിയും എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. എടാ മറ്റുള്ളവരെല്ലാവരെ പോലെയാണോടാ ഞാനല്ലേടാ നിന്നോട് ചോദിക്കുന്നതെന്ന് സച്ചി അന്നേരം ചോദിച്ചു. എനിക്ക് വേണ്ടി നീ ഒരു ഫ്രിഡ്ജ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഉടനെ കൊടുക്കും. നീ പോടാ ഒന്ന് സുധി നിൽക്കും. അപ്പോൾ മാസം കൃത്യമായിട്ടും കാശ് തരുമെന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ അതൊന്നും നടക്കില്ല, നീ എന്നല്ല ആര് പറഞ്ഞാലും ഞാൻ ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനങ്ങൾ കൊടുക്കില്ല എന്ന് സുധി തറപ്പിച്ചു പറഞ്ഞു. അന്നേരം ഇതെൻ്റെ ബിസിനസ് പോളിസിയാണെന്നും പറഞ്ഞു. അപ്പോൾ എന്ത് പോളിസിയാടാ? എടാ ഞാൻ ഗ്യാരണ്ടി ആടാ, ഇവൻ കാശ് തരുവടാ, നീ ഫ്രിഡ്ജ് അവന് കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ശ്രുതി ആർക്ക് വേണ്ടിയാ നമ്മുടെ പോളിസി ഒന്ന് മാറ്റരുതെന്ന് ശ്രുതി ചാടി കയറി അങ്ങ് പറഞ്ഞു. അങ്ങനെ പിന്നെ നോക്ക് മീര ഫുൾ ക്യാഷ് തരും, ഈ ഫ്രിഡ്ജ് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം അതെ ഞാൻ ഫുൾ എമൗണ്ടും തരുമെന്ന് മീര പറഞ്ഞു. അന്നേരം എന്നാൽ ഈ ഫ്രിഡ്ജ് നിനക്ക് തരാമെന്ന് സുധി അങ്ങ് ചാടി കയറി പറഞ്ഞു. എടാ ഇൻസ്റ്റാൾമെൻറ്റിന് ഫ്രിഡ്ജ് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ ഇവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്? ഇത് എൻ്റെ കടയാടാ, ഞാനാണ് ഇവിടുത്തെ മുതലാളി, ആർക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനം കൊടുക്കണ്ട എന്നൊക്കെ ഈ സുധി സാറാ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു വലിയ മുതലാളി, നീ ചുമ്മാ അഹങ്കാരം കാണിക്കരുതെന്ന് പറഞ്ഞു സച്ചി. നീ ഇവന് ഫ്രിഡ്ജ് കൊടുത്തില്ലെങ്കിലോ നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെടുമ്പോൾ രേവതി വേണ്ട എന്ന് പറഞ്ഞു. നീ എന്താ എൻ്റെ കടയിൽ കയറുന്ന എന്നെ വരട്ട് കാണുമെന്ന് ചോദിച്ചു സുധി. സച്ചി വേണ്ടടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി സച്ചിയുടെ വിട്ട് കളയത് അദ്ദേഹത്തിൻ്റെ കടയല്ലേ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ, വന്നേ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ മകേഷും അതുപോലെ രേവതിയും കൂടി സച്ചിയും കൂടി അവിടെ നിന്ന് പോയി. അപ്പോൾ അവൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി വന്നേക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധി നിൽക്കുക സമയത്ത് സുധിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സുധി ആണെങ്കിൽ ആ ഫോണും എടുത്ത് ഹലോ എന്ന് വിളിച്ച് അങ്ങ് പോവുക. അപ്പോഴത്തേക്കും ബീരാനിക്കയുടെ തൊട്ടടുത്ത് പോയി നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും ഇവരുടെ ചങ്കിലിടി കൂടി തുടങ്ങി. അപ്പോൾ സാർ ഓഫീസിൽ എത്തിയോന്നൊക്കെ ചോദിച്ചു സുധി. ആണോ? ഓക്കെ സാർ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ മീരയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേട്ടോ, ഞാൻ സാറ് വന്നെന്നാണ് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സുധി അവിടെ നിന്ന് ശ്രുതിയെ എല്ലാം ഏൽപ്പിച്ചിട്ട് അങ്ങ് പോയി. സുധി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എൻ്റെ പൊന്നെ ജസ്റ്റ് മിസ്, ഇപ്പം പിടിക്കപ്പെട്ടേനെ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. പേടിച്ച് പോയി ഞാൻ. എൻ്റെ ദൈവമേ, സച്ചി ബിരിയാണിക്കെ കണ്ടിരുന്നെങ്കിൽ വീട്ടിലെല്ലാവരും ചേർന്ന് എന്നെ ഇന്ന് തന്നെ പാഴ്സലാക്കിയേനെന്ന കാര്യം നമ്മുടെ ശ്രുതി പറയുക. ബിരിയാണിക്കാണെങ്കിൽ മടുത്തു അവിടെ അങ്ങനെ ഇരിക്കുന്നു. ബില്ല് കൊടുത്ത് ക്യാഷ് വാങ്ങിക്കാമെന്നല്ലേ സുധി പറഞ്ഞത്, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ സുധിയോട് എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല ബീരാനിക്ക് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ ഞാനെവിടെ ഉണ്ടേ ഉമ്മാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക് നിൽക്കുക. നടുവും പോയി. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്ന് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പിന്നാലെ ചെന്നു.
ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ ഫ്രിഡ്ജ് ഓൺ ചെയ്ത് അതിനകത്ത് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, കുറച്ച് തണുപ്പ് കിട്ടിയേനെന്ന് ബീരാനിക്ക പറയാം. ഞാൻ പറഞ്ഞിരുന്നതല്ലേ, അത് ഓൺ ചെയ്ത് അതിനകത്ത് ഇരുന്നെങ്കിലേ നിങ്ങളിപ്പോൾ ഐസ് കട്ട ആയി പോയേനേന്ന് മീര അന്നേരം ബീരാനിക്കയോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പം എനിക്കെന്ത് പ്രശ്നം, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു ബീരാനിക്ക. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പ്രശ്നം മൊത്തം ഇവൾക്കല്ലേ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക നമ്മുടെ ബീരാനിക്ക. നിങ്ങളിത് എന്ത് ഭാവിച്ചാണെന്ന് ചോദിച്ചു. നിങ്ങൾ ഇവളുടെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പേടിപ്പിക്കുക. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലായിരുന്നു, പോരാത്തതിന് സീരിയലിൽ അഭിനയിക്കാനും പോയിരിക്കുന്നു. സീരിയലിൽ ടെലികാസ്റ്റ് ചെയ്താൽ നിങ്ങളെ അവരൊക്കെ കാണില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ സത്യമൊക്കെ പുറത്തു വരില്ലേന്നും ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്തൊരു മണ്ടത്തരവൊക്കെ കാണിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ ഞാൻ ജോഷി സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചാലും അവർ കാണത്തില്ലേ എന്ന് ബീരാനിക്ക ചോദിക്കുക. അപ്പോൾ സത്യങ്ങൾ എന്താ പുറത്ത് വരത്തില്ലേ എന്ന് ചോദിച്ചു. അതിന് ഞാനൊരിക്കലും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ലല്ലോ അല്ലേ എന്ന് ബീരാനിക്ക ചോദിച്ചു. ജോഷി സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ചാൻസ് വാങ്ങിച്ച് തരാമെന്ന് നിങ്ങൾ രണ്ടുപേരും കള്ളം പറഞ്ഞതല്ലേ എന്ന് ബീരാനിക്ക ഇവരോട് ചോദിച്ചു. നിങ്ങൾ കള്ളം പറഞ്ഞത് തന്നെയാണെന്ന് എനിക്ക് അറിയാവുന്നും ബീരാനിക്ക പറയൂ കേട്ടോ. സച്ചിയുടെ അച്ചമ്മയുടെ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോയത് ഓഡീഷന് വേണ്ടി ആയിരുന്നില്ല എന്ന് എനിക്ക് അറിയാവുന്ന നമ്മുടെ ബീരാനിക്ക പറഞ്ഞു. വീട്ടിലുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇളയച്ചൻ്റെ വേഷം കെട്ടിച്ച് ഇറക്കിയതല്ലേ നിങ്ങളെന്ന് നമ്മുടെ ബീരാനിക്ക ഇങ്ങനെ ഇവരോട് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് മിണ്ടാട്ടോ ഇല്ല. അല്ല അത് പിന്നെയെന്ന് പറഞ്ഞ് നിൽക്കുമ്പം മിണ്ടണ്ട, ഞാൻ ആ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് ബീരാനിക്ക പറഞ്ഞു. രണ്ടാമത് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അച്ഛൻ ജയിലിലാണെന്ന് നീ പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ സംശയം ക്ലിയർ ആയി എന്ന കാര്യവും ബീരാനിക്ക ശ്രുതിയോട് പറയുക. എന്നെ വെച്ച് നിങ്ങൾ രണ്ടുപേരും വലിയൊരു ഡ്രാമ കളിക്കുകയായിരുന്നല്ലേ എന്ന് ബീരാനിക്ക ചോദിക്കുമ്പോൾ ബീരാനിക്ക അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല കേട്ടോ മീരേ. ശ്രുതിയുടെ ജീവിതത്തിൽ എന്തോ വലിയ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നും അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും എനിക്ക് മനസ്സിലായി, ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല. ഞാനിതൊക്കെ മുന്നേ തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഈ കള്ളക്കളി ഏതു വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാനും കൂടെ ചുമ്മാ കൂടെ നിന്നതാണെന്നും ബീരാനിക്ക പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റാ, എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്, ഇപ്പോൾ വേണ്ട ഒന്നും പറയണ്ടെന്നും പറഞ്ഞ് ബീരാനിക്ക ഇവരോട് ഒച്ച വെച്ചു. എനിക്കൊന്നും അറിയുകയും വേണ്ട എന്നും പറഞ്ഞ് ബീരാനിക്ക ഭയങ്കരമായിട്ട് ഇവരോട് ശബ്ദം ഉയർത്തി സംസാരിക്കുക കേട്ടോ. ദേ സച്ചിയും രേവതിയെയും കണ്ടപ്പോൾ നീ വല്ലാണ്ട് പേടിച്ചു അല്ലേ, നീ മറച്ചു വെക്കുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് ബീരാനിക്ക പറയുവാണ്. അങ്ങനെ ബീരാനിക്കയും ശ്രുതിയുടെ കള്ളക്കളി പൊക്കി. നിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സഹായം ചെയ്തവളാണ് മീര. ഇവള് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തും കേട്ടെന്നിരിക്കും. ഇതുവരെ നിന്നെ സഹായിക്കാൻ കഴിഞ്ഞതിലേ എനിക്ക് വലിയ സന്തോഷമുണ്ട് മീരയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അങ്ങ് പോവാട്ടോ. അങ്ങനെ ബീരാനിക്ക യാത്ര പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ബീരാനിക്ക അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ബീരാനിക്ക അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ ബീരാനിക്കയുടെ കുറേ ദുഃഖങ്ങളൊക്കെ ഇവരോട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും സ്നേഹിക്കാനുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടങ്ങൾ ഇങ്ങനെ ഇവരുടെ മുന്നിൽ പറഞ്ഞിട്ട് ബീരാനിക്ക് അങ്ങ് പോകുമ്പോൾ ഇതൊക്കെ കേട്ട് താൽക്കാലിക സങ്കടത്തോടു കൂടി നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയോട് അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.